ഹലോ, വെൽക്കം ബാക്ക് ടു അൻസസ് യമ്മി കിച്ചൻ ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ കൂർഗിലേക്കുള്ള ഒരു യാത്രയുടെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ രാവിലെ 5 മണിയൊക്കെ ആയപ്പോൾ ആണ് യാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. കൂർഗിലേക്കൊക്കെയുള്ള യാത്ര എന്ന് പറയുമ്പം ആ യാത്ര എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പം കാടും മലകളും മൃഗങ്ങളെയൊക്കെ കണ്ടിട്ട് നല്ല എൻജോയ് ചെയ്തിട്ടുള്ള ഒരു യാത്രയായിരുന്നു. ആദ്യം തന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഗോൾഡൻ ടെമ്പിളിലേക്കായിരുന്നു. അപ്പം നമ്മൾ പോകുന്ന റൂട്ടിൽ തന്നെയാണ് ഗോൾഡൻ ടെമ്പിൾ ഉണ്ടായത്. അപ്പം നമ്മൾ റൂമിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ 1-2 സ്ഥലങ്ങളിലൊക്കെ കയറിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മടിക്കേരിയിലാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടേക്ക് എത്തിയത്. ഈ ഒരു ഗോൾഡൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് കുശാൽ നഗറിലാണ്. ഇപ്പം ടിബറ്റിൽ നിന്ന് കുടിയേറി പാർത്ത ആൾക്കാരാണ്, അതായത് ബുദ്ധമത വിശ്വാസികളാണ് ഇവിടെ താമസിക്കുന്നത്. ചൈനയായിട്ട് യുദ്ധം ഉണ്ടായ സമയത്ത് അവിടെ നിന്നും ഇങ്ങോട്ട് കുടിയേറി പാർത്ത ആൾക്കാരാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇവിടെ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ഭംഗിയായിട്ട് ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ചുറ്റും നമുക്ക് ബുദ്ധ സന്യാസികളെയൊക്കെ കാണാം. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ അതേ സെയിം വേഷം ധരിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. അതുപോലെ ആ ഒരു ടെമ്പിളിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഫുൾ ഒരു ഗോൾഡൻ കവറിങ് ആണോയെന്ന് അറിയില്ല, പ്ലേറ്റ് ആണോയെന്നൊന്നും അറിയില്ല. ഫുൾ ഒരു ഗോൾഡൻ കളറിൽ, അതുപോലെ ടിബറ്റിയൻ ചുമർ ചിത്രങ്ങളും അതുപോലെ തന്നെ അവരുടെ എന്തൊക്കെയോ ലിപികളും എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. മൊത്തം ഒരു ടിബറ്റിയൻ സ്റ്റൈലിലാണ് അതിൻ്റെ ഉള്ളിലൊക്കെ. ഉള്ളിൽ നല്ല നട്ടുച്ചയ്ക്കാട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ പുറമെ നല്ല വെയിലുള്ള സമയത്ത്. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയില്ല, AC ഒന്നുമില്ല, നല്ല തണുപ്പാണ്. അതിൻ്റെ ഒരു സ്ട്രക്ചറിലോ അതെങ്കിലും ഉണ്ടാക്കിയതിൻ്റെ രീതിയിൽ ഒക്കെ ആയിരിക്കണം, നല്ല തണുപ്പുണ്ടായിരുന്നു ഉള്ളിൽ. അപ്പോൾ ഇവിടെ വലിയൊരു മണിയൊക്കെ സ്ഥാപിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. അതുപോലെ ഒരുപാട് ടിബറ്റിയൻ പ്രൊഡക്ട്സൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരുപാട് റേറ്റ് ഒന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല, എന്നാലും അത്യാവശ്യം നല്ല കുറേ സാധനങ്ങൾ, ഒരുപാട് കടകളുണ്ട് ഇതേപോലെ. അങ്ങനെ നമ്മളെ ഗോൾഡൻ ടെമ്പിളിൽ നിന്നൊക്കെ നമ്മളിനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. നിസർഗധാമ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബാംബു ഫോറസ്റ്റ് ഉണ്ടെന്ന് കേട്ടു. അപ്പം അവിടേക്കാണ് ഞങ്ങൾ നെക്സ്റ്റ് പോയത്. ബാംബു ഫോറസ്റ്റ് ആയതുകൊണ്ടായിരിക്കണം ആ ഉച്ച ടൈമിൽ ഇവിടെയും നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് നേരം തന്നെ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് ഏറുമാടുകളും അവരുടെ പണ്ടത്തെ ഒരുപാട് കലാരൂപങ്ങളൊക്കെ അങ്ങനെ സ്റ്റാച്യു പോലെ കളിമണ്ണിൽ
ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഏറുമാടുകളെന്ന് വെച്ചാൽ ഒരുപാട് ഏറുമാടുകളൊക്കെ ഉണ്ട്. അപ്പം കയറാനും നല്ല ഈസി ആയിട്ട് സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കയറാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. നമുക്ക് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. വലിയൊരു തൂക്കുപാലം കടന്നിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് എത്തുന്നത്. ഒരുപാട് ബാംബു ഫോറസ്റ്റ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ മെയിനായിട്ട് ഇവിടെ ബാംബു ഒരുപാടുണ്ട്. കളിമണ്ണിലൊക്കെ സെറ്റാക്കി വെച്ചിട്ട് സ്റ്റാച്യു കോലാട്ട്, നമ്മുടെ നാട്ടിലെ കോൽക്കളി, പക്ഷെ ഡ്രസ്സിലും ഒക്കെ ഒരു മാറ്റമുണ്ട്. അതേപോലെ ഉമ്മട്ടാട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പണ്ടുണ്ടായിരുന്ന ഓരോ കലാരൂപങ്ങളായിരിക്കണം. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഇവിടെയും കാണാം നമുക്കൊരു ഏറുമാട്. പണ്ട് കാലത്ത് അവരുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു ജീവിത രീതി, വസ്ത്രധാരണം ഒക്കെ കാണിച്ചുകൊണ്ടുള്ളൊരു സ്റ്റാച്ചു ആണിത്. ഇതും വേറൊരു കോലാട്ടാണ്, പക്ഷേ കയ്യിലുള്ള വടിയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറേ നേരം നമ്മൾ ബാംബു ഫോറസ്റ്റിലൊക്കെ സ്പെൻഡ് ചെയ്ത ശേഷം അവിടെ നിന്ന് നല്ല തിരിച്ചു പോയി. അപ്പോൾ നമുക്ക് നേരെ റൂമിലേക്ക് പോകണം. അവിടെ പോയിട്ട് ഫ്രഷായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് സെറ്റാവണം. അത്യാവശ്യം നല്ല വിശപ്പുണ്ടെങ്കിലും നമ്മൾ റൂമിലൊക്കെ കയറി ഫ്രഷായി ശേഷമാണ് നമ്മൾ പുറത്തിറങ്ങിയത് കേട്ടോ. പിന്നെ നമ്മൾ വണ്ടിയൊന്നും എടുത്തില്ല. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കാനിറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഫുഡും അതുപോലെ തന്നെ രാജാ സീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പാർക്കൊക്കെ ഉണ്ട്. അവിടെ ജസ്റ്റ് 1 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പം നമ്മൾ അവിടേക്കൊന്ന് തിരിഞ്ഞ് ഏകദേശം ഇരുടായി കേട്ടോ സമയം. അങ്ങനെ ഇവിടെ കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു. അത്യാവശ്യം നമുക്ക് വന്നിരുന്ന് ആ ഒരു ക്ലൈമറ്റൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ രാജാ സീറ്റിൽ സ്പെൻഡ് ചെയ്ത ശേഷം മെല്ലെ നമ്മൾ റൂമിലേക്ക് തിരിച്ച് പോകാനിരിക്കുകയാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഇനി റൂമിലേക്ക് പോകാൻ. അപ്പോൾ പോകുന്ന വഴിക്ക് അതാ നാഷണൽ കിക്ക് ബോക്സിങ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ കണ്ട് അവിടെ നിന്നു. അപ്പം
പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നല്ല റൂമിലേക്ക് പോയി. കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആയിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് റൂമിൻ്റെ കൂടെ. അപ്പോൾ പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് ഡേ പോയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അബി ഫാൾസിലേക്കായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അബി ഫാൾസിൽ നിന്ന് അവിടെ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് നല്ല കോഫി പ്ലാന്റേഷൻ ഒരുപാട് കൂർഗിൽ മൊത്തം നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു കോഫി പ്ലാന്റേഷൻ ഒരുപാട് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ അബി ഫാൾസ് എന്നൊക്കെ പോകുന്ന റൂട്ടിലായിരുന്നു നമ്മുടെ മ്യൂസിയം ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് മ്യൂസിയത്തിലൊന്ന് കയറാമെന്ന് ചോദിച്ചു. മടിക്കേരി ഫോർട്ട് മ്യൂസിയം കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് രാജകൊട്ടാരത്തിലുണ്ടായിരുന്ന ഒരു പണ്ടത്തെ ഒരുപാട് കാര്യങ്ങളും രാജാവിൻ്റെ ഡ്രസ്സ്, അവരുപയോഗിച്ചിരുന്ന ഒരുപാട് സാധനങ്ങൾ, നേരത്തെ വാള്, പീരങ്കി, അങ്ങനെ നാണയങ്ങൾ, ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് അതിലൊന്ന് കയറി അങ്ങനെ മെല്ലെ നമ്മുടെ യാത്രയൊക്കെ എൻജോയ് ചെയ്ത് മൃഗങ്ങളും ഒക്കെ കണ്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോരാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മളൊരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.